வாங்க சார். இப்போ குப்பை வெளியில் எடுக்க கூடாது, பழைய மாதிரி இல்ல. ஏன்னா போலீஸ்கார வந்து தூக்கி போயிடும். என் வீட்டில கூப்பிட்டு யாருக்கும் இதுவரை சாராயம் கொடுத்ததில்லை. நீங்கள் நம்ம நாட்டுக்காரனல்ல, அதனால ஸ்பெஷல். எங்கடி உங்க அம்மா? கூப்பிடுறீ இதெல்லாம் என் குழந்தைங்க, எனக்கும் என் பொண்டாட்டிக்கும். இந்த விஷயத்துல மட்டும் கடவுள் ரொம்ப குறைத்து வச்சிருக்கு. കുറച്ച് കിട്ട കിടന്നാൽ മതി, അപ്പൊ ഒരു ചീങ്കണ്ണി റിലീസ് ആയിടും. ഇവിടെ മലയാളികളാ കൂടുതൽ. ഈ കോളനിയിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. എന്റെ അച്ഛൻ മലയാളിയാണ്. അവർക്ക് എന്റെ കേരളത്തിലെ ക്ലൈമറ്റ് പിടിക്കില്ല, അതിനാൽ ഇങ്ങ വന്നോ. എടി നീ പോയി 2 കുപ്പി സാറ അടിച്ചിട്ട് വാ. இந்த സാർക്ക്, இந்த സാറ് നമ്മ നാട്ടുകാരനാണെടി. ആരായാലും കൊള്ളാം, കടം കൊടുക്കാൻ പറ്റത്തില്ല, കാശിന് തരാൻ പറ. അയ്യയ്യയ്യേ, അവൾ അപ്പടിവേ. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം, അവിടെ ആവുമ്പം. പാവം പെണ്ണ്, ആ കാലമാർ എന്തെങ്കിലും പിടിച്ചോണ്ട് പോയതാ. ഏവൻ പുഴുത്തെ ചാവൂ. ഇനി ഇതൊരു ബിസിനസ് ആക്കണ്ട. ഞാൻ വരുമ്പോഴെല്ലാം പെണ്ണോടെ കാണണം, മനസ്സിലായോ? അവളോട് മോഹരുന്ന് പറയൂ. ഞാൻ തുടങ്ങി വെച്ചല്ല ഐശ്വര്യം ആടൂ. എന്താടാ ഈ സമയത്ത് നീ ഇവിടെ? മാർക്കറ്റിൽ 10 രൂപയ്ക്ക് കച്ചവടം നടക്കുന്ന സമയമല്ലേ? സാർക്ക് ഒരു ബോട്ട് വേണം சொன்னாங்க, அதான். யார் அது? இது நம்ம நாட்டில் இருந்து வந்த ஆளு. அது சரி, கையில இருக்கிற காசு எடுத்துக்கண்ண, எடுத்துக்கோ. ആ കുതിരപ്പുറത്ത് വന്നാരാ? அந்த ரெங்கண்ணனோட ரைட் ஹேண்ட் ചന്ദ്രു. ഏതാ ഈ രംഗണ്ണൻ? അയ്യോ പതുക്കെ, ആരെങ്കിലും കേട്ടാ മതി. எதுக்கடா பயப்படுற? கொஞ்சம் வயிற்றுக்குள்ள போகும்போதாவது சத்தமா பேசக்கூடாதா? சார், അവൻ இந்த ലക്കാച്ചിയിലെ കിങ്. ഓ, പിന്നെ ചെറുവിരൽ ഉയർത്തിലൊരുത്തനും. അതാ കുഴപ്പം. ചെറുവിരലല്ല ഉയർത്തേണ്ടത്, കാല. എന്നിട്ട് മുഖം വരെ പൊക്കണം. ആ എന്റെ പെങ്ങളാ സാറേ. മീൻകറിയാണോ മോളെ? സാർ ഇതൊന്ന് തൊട്ടുകൂട്ടി നോക്കണം. എന്നിട്ട് ആ സുൽത്താന്റെ കാര്യം പറ. എന്താ അവന്റെ പേര്? ചെങ്കയ്യണ്ണൻ. അവനൊന്ന് കാണാൻ എന്താ വഴി? വേണ്ട സാറേ, അയാളെ ഒരിക്കലും കാണരുതെന്ന് പ്രാർത്ഥിക്കുക വേണ്ടത്. ചട്ടമ്പികൾ എനിക്ക് ഇഷ്ടാടോ, അതുകൊണ്ടാ. അവൻ പൊറിക്ക് സാർ, പിശാച്, സതിയെ. അവന്റെ കാല് നക്കിനാത്താ ഇങ്ങ വാഴ മുടിയും. വേറെ വഴിയില്ലാമ നാങ്ക ഇപ്പിടി പண்றோம். എടോ അറുമുഖം സാർ, തനിക്ക് ഇവനുമൊക്കെ ഒരു പ്രശ്നം വന്നാലുണ്ടല്ലോ, ശിവൻ മരിക്കും. തനിക്കതറിയില്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, രണ്ടിലും നടന്നിട്ടേ ശിവൻ മാറൂ. അതാ ശിവന്റെ ക്യാരക്ടർ. എന്താടാ? കുടിക്കാൻ വെള്ളം കൊണ്ടുപോയ പാത്ര പൊയ്ക്കോടാ. രംഗൻ തല്ലാൻ ഉയർത്തിയ കൈ പിടിച്ചത് ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചെക്കന്റെ അച്ഛൻ പളനി. കുതിരയ്ക്ക് ലാടം തിറക്കുന്ന പണിയായിരുന്നു. ആനാ രംഗം പക തീർത്തിട്ട് അവൻ പൊണ്ടാറ്റിയെയും അവനെയും വീട്ടുക്കുള്ള പോട്ട് കൊളുത്തിട്ട സാറ്. இப்ப இந்த பையனுக்கு யாருமே இல்லை, அனாத. அந்த கொல்லப்பட்டறையில வேலை செஞ்சு போய்க்கிறேன். എനിക്ക് അയാളൊന്നും കാണിച്ചു തരില്ല അല്ലേ? കാണാൻ എന്തെല്ലാം നല്ല കാഴ്ചകളുണ്ട് സാറേ ഇവിടെ. അതിനല്ലേ ആളുകൾ ഇവിടെ വന്നു പോകുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിക്കളയാം അല്ലേ സാറേ? കറക്കം ഇപ്പോഴേ തുടങ്ങിയ ലക്ഷണമാ. പിന്നെ എല്ലാവരും പോകുന്ന റൂട്ട് ശിവന് താല്പര്യമില്ല. രംഗണ്ണൻ വന്നില്ലേ? இல்ல சார், அவர் அங்க இருந்து தான் ஆகணும். சின்ன பிரச்சனை இருக்கு. എന്ത് പറ്റി? உங்களுக்கு ஒண்ணும் இல்ல சார், உடனே புறப்பட சொன்னாங்க. ആര്? രംഗണ്ണനാ? ஆமா சார், எடுக்கட்டுமா? എടുത്തു. നീ പോയി ആ ബില്ലൊന്ന് സെറ്റിൽ ചെയ്യും, ഞാൻ ഈ കക്ഷിന്ന് പൊക്കട്ടെ. ഹലോ ആശാനെ, ഒന്ന് എഴുന്നേറ്റേ. ഹലോ,
ആ ഒന്ന് പോടാ, ഉറങ്ങാനും സമ്മതിക്കല്ലേ. ആശാൻ ഇത് ഞാനാ. നമുക്കിപ്പോ പോണം. ഒന്ന് എഴുന്നേൽക്കുന്നേ. ആ പോവാം, കാലത്ത് പോവാം. ഹലോ, എന്താ മാഷേ? നമുക്കിപ്പോ തന്നെ പോണം. ഈ പാതിരാക്ക് പോണോ? നേരം എടുത്തിട്ട് പോയാ പോരെ? അല്ല, കാര്യമുണ്ട്. ഒന്ന് എഴുന്നേറ്റ്. ഛേ, എന്തൊരു പുലിവാലാണ്. ഇതാണ് ഈ തൊഴിലിനുള്ള കുഴപ്പം. നമ്മുടെ ഊണും ഉറക്കമൊക്കെ തീരുമാനിക്കുന്ന വേറെ ചില ആളുകളാണ്. ഈ കണക്കിന് പോയാൽ ശരിയാവില്ല. എന്താ സുഖവാസം പെട്ടെന്ന് മതിയാക്കിയത്? ചില പ്രശ്നങ്ങൾ വന്ന് ചാടുന്നത് അപ്രതീക്ഷിതമായിട്ടല്ലേ? അത് കറക്റ്റ്. ശേഖർ, പുറകെ പോലീസ്. ശിവൻ, ഒന്ന് സ്പീഡ് കൂട്ടിക്കോ. അതെങ്ങനാ മാഷേ? മുന്നോട്ട് കാടണ്ടേ? മഞ്ഞ് കണ്ടില്ലേ? നിങ്ങളൊന്ന് ചവിട്ടി വിടുന്ന്. പുറകിൽ പോലീസുണ്ട്. അതിനെന്താ, പോലീസുകാരെ വരട്ടെ, പ്രശ്നമൊന്നുമില്ല. ഉണ്ട്. ഓ, ഡിസ്പാൻഡീസ് കൂടെ ഉള്ളതാണോ? ഓടുന്ന കാർ റെഡി ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല സാറേ. വിടറാ, ഇല്ലെങ്കിൽ തലയാൻ തെറിപ്പിക്കും. ഇത് ശരിയല്ല കേട്ടോ. സകല തടികൾ ഇറങ്ങിക്കോ. ഇനി നിന്നെ കൊണ്ടുവന്ന പ്രശ്നമില്ല. ഇറങ്ങല.